ഗുഡ് മോർണിംഗ് എവ്രി വൺ. എവ്രി വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും. ഗുഡ് മോർണിംഗ്, സുപ്രഭാതം. ഗുഡ് മോർണിംഗ് എവ്രി വൺ, എല്ലാവർക്കും സുപ്രഭാതം. ഇതൊരു മനോഹരമായൊരു സ്പീച്ചാണ്. നമ്മുടെ സ്പോക്കൺ ഇംഗ്ലീഷ് ബൂസ്റ്റർ എന്ന് പറയുന്ന ബുക്കിൽ ഒരു കോൺഫിഡൻസ്, ആത്മവിശ്വാസം എന്നൊരു സ്പീച്ച് ഉണ്ട്. ആ സ്പീച്ചാണ് നമ്മൾ വായിക്കാൻ പോകുന്നത്. ഓക്കെ, അടുത്ത ലൈനാണ് ഇവിടെ കണ്ടോ. ഓൺ ദീസ് ബ്യൂട്ടിഫുൾ ഒക്കേഷൻ. ദീസ് എന്ന് പറഞ്ഞാൽ ഈ, ഇത് അല്ലെങ്കിൽ ഈ നടത്താം. ബ്യൂട്ടിഫുൾ, മനോഹരമായ. ഒക്കേഷൻ എന്ന് പറഞ്ഞാൽ വേള, വേളയിൽ. അപ്പോൾ ഓൺ ഒക്കേഷൻ, ഈ ഓൺ ഉപയോഗിച്ചിരിക്കുന്നത് ഒക്കേഷന് വേണ്ടി കേട്ടോ. അപ്പോൾ എന്താണ്, വേളയിൽ. ആ ഇൽ എന്നുള്ള അർത്ഥം കിട്ടാൻ വേണ്ടിയാണ് ഇവിടെ ഓൺ ഉപയോഗിച്ചത്. അപ്പോൾ ഓൺ ദീസ് ബ്യൂട്ടിഫുൾ ഒക്കേഷൻ, ഈ മനോഹരമായ വേളയിൽ, ഈ മനോഹരമായ വേളയിൽ സ്പീച്ച് പറയാണ്. ഞാൻ വുഡ് ലൈക്ക് ടു. ഒരു വീഡിയോയിൽ ഓർമ്മയുണ്ടോ, വുഡ് ലൈക്ക് ടു, ഈ 3 വേർഡ്സിൽ അടങ്ങുന്ന ഒറ്റ സെറ്റാണ് വുഡ് ലൈക്ക് ടു. വുഡ് ലൈക്ക് ടു എന്ന് പറഞ്ഞാൽ ആഗ്രഹിക്കുന്നു. ഐ വുഡ് ലൈക്ക് ടു, ഞാൻ ആഗ്രഹിക്കുന്നു, ഞാൻ ആഗ്രഹിക്കുന്നു. ഈ കാര്യങ്ങളൊക്കെ ഒരു വലിയ ഓഡിയൻസിൻ്റെ മുന്നിൽ നിന്നുകൊണ്ട് പറയാണ്, സ്പീച്ച് പറയാണ് നമ്മൾ. ഐ വുഡ് ലൈക്ക് ടു, ഞാൻ ആഗ്രഹിക്കുന്നു. എന്ത്? ടോക്ക്, സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. ടു യു, നിങ്ങളോട്. ഐ വുഡ് ലൈക്ക് ടു ടോക്ക് ടു യു, ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. എന്ത്? പറഞ്ഞോ, സംതിങ്, കുറച്ച് കാര്യങ്ങൾ, കുറച്ച്. അബൌട്ട്, കുറിച്ച്. എന്തിനെ കുറിച്ച് എന്ന് പറയുമോ? കോൺഫിഡൻസ്, ആത്മവിശ്വാസം. അപ്പോൾ ഏകദേശം ഒരു മീനിങ് നമ്മുടെ മൈൻഡിൽ വന്നു അല്ലേ? എന്താണ്? ഞാൻ നിങ്ങളോട് ആത്മവിശ്വാസത്തെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇതൊക്കെ നിങ്ങൾ ഓഡിയൻസിന് മുന്നിൽ സ്റ്റേജിൽ നിന്നുകൊണ്ട് പറയാണ്. എന്ത്? ഗുഡ് മോർണിംഗ് എവ്രി വൺ. On this beautiful occasion, I would like to talk to you something about confidence. ഇങ്ങനെയൊക്കെ പറയുമ്പോൾ അല്ലേ, എന്തൊരു ഫീൽ ആയിരിക്കും. ഇനി അടുത്ത് നോക്കാം. അടുത്താണ് കോൺഫിഡൻസ്, ആത്മവിശ്വാസം. കോങ്കേഴ്സ്, ഇത് വളരെ മനോഹരമായൊരു വേർഡാണ്. കോങ്കേഴ്സ്, കീഴടക്കുക എന്നാണ്. കീഴടക്കുക. അപ്പോൾ കോൺഫിഡൻസ്, കോങ്കേഴ്സ് പറഞ്ഞു കഴിഞ്ഞാൽ ആത്മവിശ്വാസം കീഴടക്കുന്നു എന്നായി അല്ലേ? ആത്മവിശ്വാസം കീഴടക്കുന്നു. എന്ത് കീഴടക്കുന്നറിയോ? ദ വേൾഡ്, ഈ ലോകം. ശരിയല്ലേ? അല്ലേ? കോൺഫിഡൻസ് കോങ്കേഴ്സ് ദ വേൾഡ്. ആത്മവിശ്വാസം ഈ ലോകം കീഴടക്കുന്നു. വളരെ കറക്റ്റാണ്. ഈ ലോകത്ത് സംസാരിക്കുന്നവർക്കാണ് വാല്യൂ അല്ലേ? കോൺഫിഡൻസ്. ഇനി അടുത്ത ലൈനാണ് ഇവിടെ കണ്ടോ. ദ മാൻ, ആ വ്യക്തി. ഏത് വ്യക്തി? ഹൂ ഈസ് കോൺഫിഡൻറ്റ്, ആത്മവിശ്വാസം ഉള്ള വ്യക്തി. ആത്മവിശ്വാസം ഉള്ള വ്യക്തി. ഇവിടെ ഹൂ എന്ന് പറഞ്ഞാൽ ഉള്ള എന്നൊക്കെ അർത്ഥം. ഉള്ള എന്നുവെച്ചാൽ വിത്ത് ഉപയോഗിക്കാം. ഇവിടെ ഈ ഒരു ചെറിയ വാക്യം ഉണ്ടല്ലോ, സെന്റൻസ്, ഇതിന് ഇങ്ങനെയും പറയാം. ഇങ്ങനെ ഹൂവിന് പകരം വിത്ത് ഉപയോഗിക്കാം. ദ മാൻ വിത്ത് കോൺഫിഡൻറ്റ് എന്നാണ്. ദ മാൻ വിത്ത് കോൺഫിഡൻറ്റ്, ആത്മവിശ്വാസം ഉള്ള വ്യക്തി. ഓക്കെ, അപ്പോൾ ഇവിടെ ഉള്ള എന്നുള്ള അർത്ഥമാണ് ഹൂവിന് ആറ് എന്നുള്ള അർത്ഥം മാത്രമല്ല. ഇതൊക്കെ എങ്ങനെ അറിയാൻ കഴിയും? ഒരേ വഴിയുള്ളത്. ഒരുപാട് വായിക്കണം. നമ്മൾ ക്ഷമയോടുകൂടി ഒരുപാട് വായിക്കുമ്പോൾ ആ ഒരു വേർഡിന് പല അർത്ഥങ്ങളുണ്ട് എന്ന് നമുക്ക് മനസ്സിലാവും. പക്ഷെ വായിക്കാനുള്ള മനസ്സ് വേണം, വാശി വെക്കണം. ഞാൻ വായിക്കും, എനിക്ക് റീഡിങ്ങിൽ ഇമ്പ്രൂവ്മെൻറ്റ് വേണം എന്ന് വായിച്ചുകൊണ്ടേ ഇരിക്കുക. ഒരുപാട് വായിക്കുമ്പോൾ എല്ലാം മനസ്സിലാവും. പെർഫെക്ഷൻ ഓട്ടോമാറ്റിക്കലി വരും. ഓക്കെ, നീ ഇവിടെ കണ്ടോ. ദ മാൻ ഹൂ ഈസ് കോൺഫിഡൻറ്റ്, ആത്മവിശ്വാസമുള്ള വ്യക്തി. വ്യക്തി കഴിയും. കോങ്കർ, കീഴടക്കുക. അപ്പം എന്തായി? ക്യാൻ കോങ്കർ, കീഴടക്കാൻ കഴിയുന്നല്ലേ? ക്യാൻ കോങ്കർ, കീഴടക്കാൻ കഴിയും. ആർക്കെന്നറിയോ? കേട്ടോ, ഒരു ആത്മവിശ്വാസമുള്ള വ്യക്തിക്ക് കീഴടക്കാൻ കഴിയും. എന്ത് കീഴടക്കാൻ കഴിയും? ദ വേൾഡ്, ഈ ലോകം കീഴടക്കാൻ കഴിയും അല്ലേ? ഈ ലോകം കീഴടക്കാൻ കഴിയും. സത്യമാണ്. ദ മാൻ ഹു ഈസ് കോൺഫിഡൻറ്റ് ക്യാൻ കോങ്കർ ദ വേൾഡ്. ആത്മവിശ്വാസമുള്ള വ്യക്തിക്ക് ഈ ലോകം കീഴടക്കാൻ കഴിയും എന്നാണ് ഈ സെന്റൻസിന്റെ അർത്ഥം. ഇനി അടുത്താണ് ദാറ്റ്സ് വൈ, അതുകൊണ്ടാണ്, അല്ലെങ്കിൽ അതുകൊണ്ട്. ദാറ്റ്സ് വൈ, അതുകൊണ്ട്. ഇറ്റ് ഈസ് സെഡ്, ഇത് വളരെ പ്രധാനപ്പെട്ടാണ്. ഈ ഒരു വാക്യം നിങ്ങൾ ജസ്റ്റ് എഴുതി വെക്കണം. ഇറ്റ് ഈസ് സെഡ്, ഇറ്റ് ഈസ് സെഡ്. പറയപ്പെടുന്നു എന്നർത്ഥം. പറയപ്പെടുന്നു അല്ലെങ്കിൽ ഇത് പറയപ്പെടുന്നു. ഒരുപാട് തവണ നമ്മൾ ഇംഗ്ലീഷ് ന്യൂസ് പേപ്പറിൽ കാണാൻ കഴിയും. ഇറ്റ് ഈസ് സെഡ്, പറയപ്പെടുന്നു എന്നർത്ഥം ഇതിനർത്ഥം. അപ്പൊ അതുകൊണ്ട് പറയപ്പെടുന്നു. എന്ത് പറയപ്പെടുന്നറിയോ? ദാറ്റ് എന്ന് പറഞ്ഞാൽ എന്ന്
എന്ന് അല്ലെങ്കിൽ എന്ന്. ഓർമ്മ ഉണ്ടോ? ദാറ്റ് എന്ന് പറഞ്ഞാൽ എന്ന് അല്ലെങ്കിൽ എന്ന്. ദാറ്റ് എന്ന് പറഞ്ഞാൽ എന്ന് നാന്താ. രണ്ട് വ്യത്യസ്ത സെന്റൻസുകളെ കൂട്ടി യോജിപ്പിക്കാൻ വേണ്ടി ദാറ്റ് ഉപയോഗിക്കുമ്പോൾ അവിടെ ദാറ്റിൻ്റെ അർത്ഥമാണ് എന്ന് അല്ലെങ്കിൽ എന്ന്. ഇപ്പം ശരിയാക്കണം. ഞാനിപ്പോൾ പറഞ്ഞുതരാം എങ്ങനെയാണ് എന്നുള്ള അർത്ഥം വരുന്നത്. ഇത് കഴിഞ്ഞിട്ട് ദാറ്റ് കഴിഞ്ഞിട്ടുള്ള സെന്റൻസ് ഉണ്ടല്ലോ, അത് ആദ്യം വായിക്കാം. കോൺഫിഡൻസ് ഈസ്, ആത്മവിശ്വാസം ആകുന്നു അല്ലെങ്കിൽ ആത്മവിശ്വാസമാണ്. എന്താണ്? ദ കീ, ചാവിയാണ്. ആത്മവിശ്വാസം ചാവിയാണെന്നാണ് പറയുന്നത്. ടു ലേക്ക് സക്സസ്, വിജയം. അപ്പം എന്തായി? വിജയത്തിലേക്കുള്ള ചാവിയാണ് അല്ലേ? എന്താണ്? ആത്മവിശ്വാസം വിജയത്തിലേക്കുള്ള ചാവിയാണെന്ന് പറയപ്പെടുന്നു. എന്താണ്? ആത്മവിശ്വാസം വിജയത്തിലേക്കുള്ള ചാവിയാണെന്ന് പറയപ്പെടുന്നു. സത്യമല്ലേ? സത്യമാണ്. അപ്പോൾ ഇവിടെ ദാറ്റ് എന്ന് അല്ലെങ്കിൽ എന്നായി. ഇനി അടുത്താണ് ഇറ്റ്, ഇത്. ഹെൽപ്സ്, സഹായിക്കുന്നു. അസ്, നമ്മളെ. ആരെ? നമ്മളെ. അപ്പോൾ ഇറ്റ് ഹെൽപ്സ് അസ്, ഇത് നമ്മളെ സഹായിക്കുന്നു. ഏത്? കോൺഫിഡൻസ്, ആത്മവിശ്വാസം. എന്തിന് സഹായിക്കുന്നു? എന്തിന്? ഇവിടെ കണ്ടോ, ടു ഡെവലപ്പ്. ഡെവലപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വികസിപ്പിക്കാൻ അല്ലെങ്കിൽ വികസിപ്പിക്കാൻ. അപ്പം എന്തായി? ഇറ്റ് ഹെൽപ്സ് അസ് ടു ഡെവലപ്പ്. ഇത് നമ്മളെ വികസിപ്പിക്കാൻ സഹായിക്കുന്നു. എന്ത് വികസിപ്പിക്കാൻ സഹായിക്കുന്നു അറിയോ? ഇവിടെ ടു എന്ന് പറഞ്ഞാൽ വേണ്ടി എന്നാണ്. ടുവിന് ശേഷം വെർബ് വന്നാൽ വേണ്ടി, വികസിപ്പിക്കാൻ വേണ്ടി ഇത് നമ്മൾ സഹായിക്കുന്നു. എന്ത് വികസിപ്പിക്കാൻ സഹായിക്കുന്നു? എ പോസിറ്റീവ്, ഒരു നല്ല ഒരു പോസിറ്റീവ് സെൽഫ് ഇമേജ്. സെൽഫ് ഇമേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വയബോധം. ഒരു നല്ല സ്വയബോധം വികസിപ്പിക്കാൻ ഇത് നമ്മൾ സഹായിക്കുന്നു അല്ലേ? അപ്പോൾ ഏകദേശം മീനിങ് വന്നില്ല. അങ്ങനെ മുറിച്ച് നമ്മളിങ്ങനെ മുറിച്ച് വെക്കുമ്പോൾ ഏകദേശം ഒരു മീനിങ് വരും. എന്നിട്ട് അത് ശരിയാക്കി പറയാൻ ശ്രമിക്കാം. മുറിച്ച് വെക്കുക മീനിങ്, എന്നിട്ട് അത് പതുക്കെ എന്ത് ചെയ്യുക, അതിങ്ങനെ ശരിയാക്കി വെക്കാൻ ശ്രമിക്കുക. അങ്ങനെ ഒരുപാട് ശ്രമിക്കുമ്പോൾ കറക്റ്റ് മീനിങ് നമുക്ക് കിട്ടും. അങ്ങനെ തന്നെയാണ്, എല്ലാം അങ്ങനെ തന്നെയാണ് റീഡിങ്. കാരണം സ്റ്റാർട്ടിങ്ങിൽ കുറച്ച് ബുദ്ധിമുട്ട് വേണം. ഇപ്പം നിങ്ങൾ ഒരു പുതിയ ജോലി ചെയ്യുകയാണ്, വർക്ക് ചെയ്യുകയാണ്. ആ ജോലിയിൽ ആ വർക്കിൽ ഒരു ബുദ്ധിമുട്ടില്ല എന്നുണ്ടെങ്കിൽ ആ പരിപാടി നിർത്തിക്കളി വേണ്ടത്. കാരണം അവിടെ ഇമ്പ്രൂവ്മെൻറ്റ് വരില്ലെന്ന്. ബുദ്ധിമുട്ട് വരണം, ശരിക്കും ബുദ്ധിമുട്ട് വരണം. അങ്ങനെ ബുദ്ധിമുട്ട് വരുമ്പോഴായി നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരും. കംഫർട്ടബിൾ സോണിൽ പുറത്ത് വരണം. മനസ്സിലായില്ലേ? ബുദ്ധിമുട്ട് നിങ്ങൾ തോന്നുകയാണെങ്കിൽ യു ആർ ഓൺ ദ റൈറ്റ് ട്രാക്ക്. നിങ്ങൾ റൈറ്റ് ട്രാക്കിലാണ്. അതിങ്ങനെ ഒരുപാട് ചെന്നായി അതിങ്ങനെ ഈസിയായി തോന്നും നമുക്ക്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ വായിക്കുമ്പോൾ അർത്ഥം കിട്ടുന്നില്ലെങ്കിൽ യു ആർ ഓൺ ദ റൈറ്റ് ട്രാക്ക്. നിങ്ങൾ റൈറ്റ് ട്രാക്കിലാണ്. എന്ത് ചെയ്ത് സ്കിപ്പ് ചെയ്ത് പോകരുത്, ശ്രമിച്ചുകൊണ്ടേയിരിക്കണം. അടുത്താണ് ഇവിടെ കണ്ടോ, അതാണ് ഇത് നമ്മളെ എന്താണ് ഒരു നല്ല സ്വയബോധം വികസിപ്പിക്കാൻ സഹായിക്കുന്നു. സ്വയബോധം മാത്രമല്ല, ഇവിടെ കണ്ടോ, ആൻഡ് അതുപോലെ ഒരു സ്ട്രോങ് ശക്തമായ എന്താ പറയുക, സെൻസ് എന്ന് പറഞ്ഞാൽ ബോധം. സെൻസ് പറഞ്ഞാൽ ബോധം. ഓഫ് എന്ന് പറഞ്ഞല്ലോ എൻ്റെ അല്ലേ, അതായത് ബോധത്തിൻ്റെ ബോധത്തിനല്ല, സെൻസറ ബോധം, ഓഫറിൻ്റെ. സെൽഫ് വർത്ത് എന്ന് പറഞ്ഞാൽ സ്വയമൂല്യം എന്നാണ്. വർത്ത് മൂല്യം. അപ്പം എന്തായി? സ്വയമൂല്യം അല്ലേ? അപ്പം സ്വയമൂല്യത്തിൻ്റെ ശക്തമായ ബോധം. അപ്പോൾ ഇവിടെ ഉണ്ടല്ലോ ഈ ഒരു 4 വേർഡ് കണ്ടോ, സെൻസ് ഓഫ് സെൽഫ് വർത്ത്. ഇതിൻ്റെ കറക്റ്റ് മലയാളം നോക്കുകയാണെങ്കിൽ ഇങ്ങനെ വരിക. ഇങ്ങനെ വരും, സ്വയമൂല്യബോധം എന്ന് പറയാം. എന്നാണ് സ്വയമൂല്യബോധം. ഇത് വേണം എഴുതി വെച്ചോളൂ. ഈ ഒരു സെൻസ് ഓഫ് സെൽഫ് വർത്ത്, ഈ 4 വേർഡ്സ് അടങ്ങുന്ന സെറ്റ് ഇതിങ്ങനെ എഴുതി വെക്കുക. അതിൻ്റെ കറക്റ്റ് മലയാളമാണ് സ്വയമൂല്യബോധം. കാരണം സെൻസറ ബോധം എന്നാണ്. സെൽഫ് എന്ന് പറഞ്ഞാൽ സ്വയമൂല്യം. എന്നുവെച്ചാൽ നമ്മൾ ആരാണെന്നുള്ള തിരിച്ചറിവ്. വി ആർ വാല്യബിൾ. നമുക്ക് വാല്യൂ ഉണ്ട്, അതും തിരിച്ചറിയണം. ഇപ്പം നിങ്ങൾക്ക് വാല്യൂ ഉണ്ട് അല്ലേ? നിങ്ങളെയും കാത്ത് ഒരുപാട് ആളുകൾ നിങ്ങളുടെ ഫാമിലി അല്ലേ ജീവിക്കുന്നില്ലേ? നിങ്ങൾ വാല്യൂ ഉണ്ട്. യു ആർ വാല്യബിൾ പേഴ്സൺ. വി ബിലീവ്, നമ്മൾ വിശ്വസിക്കുന്നു. ഇവിടെ ഇൻ അവർ, നമ്മുടെ എബിലിറ്റീസ്, കഴിവ്. അപ്പം എന്താ ഇൻ അവർ എബിലിറ്റീസ് എന്നാണ് നമ്മുടെ കഴിവുകളിൽ നമ്മൾ വിശ്വസിക്കുന്നു. ആൻഡ് അതുപോലെ ഫീൽ, തോന്നുന്നു.
എന്ത് തോന്നുന്നു? ഗുഡ്, നല്ലത് തോന്നുന്നു. അബൌട്ട് കുറിച്ച് എന്തിനെ കുറിച്ച് പറയാം? ഹൂ വി ആർ, നമ്മൾ ആരാണെന്നുള്ളതിനെ കുറിച്ച്. നമ്മൾ ആരാണെന്നുള്ളതിനെ കുറിച്ച് നമുക്ക് നല്ലത് തോന്നുന്നു. അതങ്ങനെ തന്നെയല്ലേ? നമ്മുടെ ഉള്ളിൽ കോൺഫിഡൻസ് ഉണ്ട് വിചാരിക്കുക. കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ നമുക്ക് വിശ്വാസം വരും. എന്നെക്കൊണ്ട് കഴിയും, എനിക്ക് കഴിവുണ്ട്. അങ്ങനെ സംഭവിക്കുമ്പോൾ നിങ്ങൾക്ക് നല്ലത് തോന്നും. നിങ്ങളെക്കുറിച്ച്, നിങ്ങൾ ആരാണെന്നുള്ളതിനെ കുറിച്ച് നിങ്ങൾക്കൊരു ബോധം വരും, നല്ലത് തോന്നും. അപ്പം അതുകൊണ്ടാണ് കോൺഫിഡൻസ് എന്ന് വളരെ പ്രധാനപ്പെട്ടതെന്ന് പറയാൻ കാരണം. അതാണ് ഇവിടെ കണ്ടോ, ഇത് ക്യാൻ ഇംപ്രൂവ്. ക്യാൻ എന്ന് പറഞ്ഞാൽ കഴിയും, ഇംപ്രൂവ് എന്ന് പറഞ്ഞാൽ മെച്ചപ്പെടുക. അപ്പം എന്തായി? ഇതിന് മെച്ചപ്പെടുത്താൻ കഴിയുന്നു അല്ലേ? ഇതിന് മെച്ചപ്പെടുത്താൻ കഴിയും. എന്തിന്? ആത്മവിശ്വാസത്തിന്. ഡിസിഷൻ മേക്കിംഗ്, തീരുമാനമെടുക്കൽ. അപ്പം തീരുമാനമെടുക്കുന്ന ആ ഒരു സംഭവത്തെ മെച്ചപ്പെടുത്താൻ കഴിയും കോൺഫിഡൻസിന്. അത് മാത്രമല്ല, എന്തൊക്കെയാണെന്നറിയോ? പെർഫോമൻസ്, നമ്മുടെ പ്രവൃത്തികൾ, നമ്മുടെ പ്രവൃത്തിയെ മെച്ചപ്പെടുത്താൻ എന്തിനു കഴിയും? കോൺഫിഡൻസ് കഴിയും. ശരിയല്ലേ? തീർച്ചയായിട്ടും അങ്ങനെയാണ്. അതുപോലെ റിലേഷൻഷിപ്പ്, നമ്മുടെ ബന്ധങ്ങളെ മെച്ചപ്പെടുത്താൻ കഴിയും. നമ്മുടെ ബന്ധങ്ങളെ മെച്ചപ്പെടുത്താൻ ഇതിന് കഴിയും. അതുപോലെ ഓവറോൾ, മൊത്തത്തിലുള്ള ഹാപ്പിനെസ്, സന്തോഷം. അപ്പം മൊത്തത്തിലുള്ള സന്തോഷത്തിനെ ഇത് മെച്ചപ്പെടുത്താൻ കഴിയുന്നതായി അല്ലേ? ഓക്കെ അല്ലേ? ഇതുപോലെ മുറിച്ച് ഇങ്ങനെ മീനിങ് വെക്കുക. അതങ്ങനെ ശീലമാകുമ്പോൾ ഓട്ടോമാറ്റിക്കലി നല്ല രീതിയിൽ നമുക്ക് മീനിങ് വെക്കാൻ കഴിയും, അർത്ഥം കഴിയും. അതാണ് ഇറ്റ് ക്യാൻ, ഇതിന് കഴിയും. ഇതിനകത്ത് കഴിയുന്നറിയോ? ബൂസ്റ്റ് വർദ്ധിപ്പിക്കാം എന്നല്ല, ഭൂഷണ വർദ്ധിപ്പിക്കുക. അപ്പം ഇതിന് വർദ്ധിപ്പിക്കാൻ കഴിയും. എന്ത് വർദ്ധിപ്പിക്കാൻ കഴിയുന്നറിയോ? നമ്മുടെ ഫിസിക്കൽ, നമ്മുടെ ശാരീരിക, മെന്റൽ മാനസിക, സോഷ്യൽ സാമൂഹിക, ഇമോഷണൽ വികാര, ആൻഡ് അതുപോലെ സ്പിരിച്വൽ ആത്മീയ സ്ട്രെങ്ത്, ശക്തി. അപ്പോൾ ഇതിന് കഴിയും. എന്ത് ചെയ്യും? ഇതിന് വർദ്ധിപ്പിക്കാൻ കഴിയും. എന്താ? ഇതിന് നമ്മുടെ ഫിസിക്കൽ സ്ട്രെങ്ത്, നമ്മുടെ ശാരീരിക ശക്തി വർദ്ധിപ്പിക്കാൻ കഴിയും ആത്മവിശ്വാസത്തിന്. അതുപോലെ മെൻ്റൽ സ്ട്രെങ്ത്, മാനസിക ശക്തി വർദ്ധിപ്പിക്കാൻ കഴിയില്ലേ? തീർച്ചയായിട്ടും. സോഷ്യൽ സ്ട്രെങ്ത്, സാമൂഹിക ശക്തി വർദ്ധിപ്പിക്കാൻ കഴിയും. ഓഫ് കോഴ്സ്, ഒരു സംശയം വേണ്ട. ഇമോഷണൽ സ്ട്രെങ്ത്, എന്താണ്? വികാരശക്തി എന്തും വികസിപ്പിക്കാൻ കഴിയും. അതുപോലെ സ്പിരിച്വൽ സ്ട്രെങ്ത്, ആത്മീയ ശക്തിയും എന്താണ്? വർദ്ധിപ്പിക്കാൻ കഴിയുന്നതാണ്. സ്പിരിച്വൽ ഉണ്ടോ? ഇത് സംഭവം ആത്മീയ ശക്തി, സ്പിരിച്വൽ. ഒരു മനുഷ്യൻ്റെ യഥാർത്ഥ ശക്തി എന്ന് പറയുന്നത് നമ്മുടെ ഫിസിക്കൽ അല്ല, എന്താണ്? ഉള്ളിലുള്ള ശക്തിയാണ് യഥാർത്ഥ ശക്തി. നമ്മൾ ഉള്ളിൽ നിന്ന് തകർന്നോ, എല്ലാം തകർന്നു കഴിഞ്ഞു. അടുത്താണ് എ പേഴ്സൺ. ഇനി അടുത്ത നോക്കണം. എ പേഴ്സൺ, ഒരു വ്യക്തി വിത്തൗട്ട് കോൺഫിഡൻസ്. ഇവിടെ ആണോ? വിത്തൗട്ട്, ഇല്ലാത്ത. കോൺഫിഡൻസ് എന്നാൽ ആത്മവിശ്വാസം. എന്തായി? ആത്മവിശ്വാസം ഇല്ലാത്ത ഒരു വ്യക്തി ഈസ് ആകുന്നു ലൈക്ക് പോലെയാകുന്നു. എന്തുപോലെ ആകുന്നു അറിയോ? എ ബിൽഡിംഗ്, ഒരു ബിൽഡിംഗ് പോലെ ആകുന്നു. എങ്ങനത്തെ ബിൽഡിംഗ് അറിയോ? വിത്തൗട്ട് ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിത്തറ. അപ്പൊ അടിത്തറ ഇല്ലാത്ത ഒരു ബിൽഡിംഗ് പോലെയാണ് കോൺഫിഡൻസ് ഇല്ലാത്തൊരു വ്യക്തി എന്ന് പറയുന്നത്. ഒരു ആത്മവിശ്വാസം ഇല്ലാത്ത വ്യക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിത്തറ ഇല്ലാത്ത ഒരു ബിൽഡിംഗ് പോലെയാണ്. സത്യമാണ്. അതുകൊണ്ടാണ് പറഞ്ഞു എ പേഴ്സൺ വിത്തൗട്ട് കോൺഫിഡൻസ് ഈസ് ലൈക്ക് എ ബിൽഡിംഗ് വിത്തൗട്ട് ഫൗണ്ടേഷൻ. ഇനി അടുത്ത് പറയാണ് ദാറ്റ്സ് വൈ, അതുകൊണ്ട് കോൺഫിഡൻസ്, അതുകൊണ്ട് ആത്മവിശ്വാസം പ്ലേസ്. ഇവിടെ പ്ലേസ് പറഞ്ഞാൽ കളിക്കുന്നു എന്നല്ല അർത്ഥം, ഇവിടെ വഹിക്കുന്നു എന്നർത്ഥം. രണ്ടർത്ഥമുണ്ട്. പ്ലേ, കളിക്കുക. തീർച്ചയായിട്ടും. രണ്ടാമത്തെ പ്രധാനപ്പെട്ട അർത്ഥമാണെന്ത്? വഹിക്കുക എന്നർത്ഥം. വഹിക്കുക. അപ്പം എന്തായി? അതുകൊണ്ട് ആത്മവിശ്വാസം വഹിക്കുന്നു. എന്ത് വഹിക്കുന്നു അറിയോ? ഒരു ക്രൂഷ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ട, വെരി ഇമ്പോർട്ടൻറ്റ്, വളരെ പ്രധാനപ്പെട്ട റോൾ, പങ്ക് എന്നാണ്. അപ്പോൾ അതുകൊണ്ട് ആത്മവിശ്വാസം വളരെ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നു. ഇവിടെ കണ്ടോ? ഇൻ എവ്രി വൺസ് എല്ലാവരുടെയും ലൈഫ്, ജീവിതത്തിൽ. ഇന്നൊന്നില്ല, ഒന്നായി കാണാം. അപ്പം എല്ലാവരുടെയും ജീവിതത്തിൽ
വളരെ പ്രധാനപ്പെട്ട ഒരു പങ്ക് വഹിക്കുന്നു. എന്ത്? കോൺഫിഡൻസ്, ആത്മവിശ്വാസം. സോ ഫ്രണ്ട്സ്, അതുകൊണ്ട് കൂട്ടുകാരെ, ഐ ഡോണ്ട് വിഷ് എന്ന് പറഞ്ഞാൽ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്നർത്ഥം. ഞാൻ ആഗ്രഹിക്കുന്നില്ല. എന്താഗ്രഹിക്കുന്നില്ല എന്നറിയോ? ടു പ്രൊലോങ് എന്ന് പറഞ്ഞാൽ നീട്ടിക്കൊണ്ട് പോവുക. അപ്പോൾ നീട്ടിക്കൊണ്ട് പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എന്തുകൊണ്ട് പോകാൻ ആഗ്രഹിക്കുന്നില്ല എന്നറിയോ? എൻ്റെ ടോക്ക്, എൻ്റെ സംസാരം ഞാൻ നീട്ടിക്കൊണ്ട് പോകാൻ ആഗ്രഹിക്കുന്നില്ല. ഇതൊക്കെ പറയണം ലാസ്റ്റ്. ഐ ഡോണ്ട് വിഷ് ടു പ്രൊലോങ് മൈ ടോക്ക്. ഐ വിഷ് യു ഓൾ ദ ബെസ്റ്റ്. ഉണ്ടോ? ഐ വിഷ് യു, ഞാൻ നിങ്ങൾക്ക് നേരുന്നു. എന്ത് നേരുന്നു എന്നറിയോ? ഓൾ ദ ബെസ്റ്റ്, എല്ലാ ആശംസകളും. ഐ വിഷ് യു ഓൾ ദ ബെസ്റ്റ്, ഞാൻ നിങ്ങൾക്ക് എല്ലാ ആശംസകളും നേരുന്നു. അതുപോലെ ഹാവ് എ നൈസ് ഡേ, നല്ല ഒരു ദിവസമാകട്ടെ എന്ന് പറയാണ്. ഹാവ് എ നൈസ് ഡേ, നല്ലൊരു ദിവസമാകട്ടെ. ഇവിടെ നൈസിന് പകരം നമുക്ക് ഒരുപാട് വേർഡ് ഉപയോഗിക്കാം. ഇപ്പോൾ പീസ്ഫുൾ, ഹാവ് എ പീസ്ഫുൾ ഡേ എന്ന് പറയാം. ശാന്തിയുള്ള ദിവസമാകട്ടെ, ഒരു ദിവസമാകട്ടെ എന്നൊക്കെ പറയാം. അങ്ങനെ പറയാം. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ തീർച്ചയായിട്ടും ഇതിൻ്റെ സ്ക്രീൻഷോട്ട് എടുക്കാവുന്നതാണ്. നോ പ്രോബ്ലം. 1 minute. ഓക്കെ, യെസ്, നൗ യു ക്യാൻ ടേക്ക് എ സ്ക്രീൻഷോട്ട്. ഓക്കെ, സ്ക്രീൻഷോട്ട് എടുത്തു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് എന്ത് ചെയ്യുക? ഷെയർ ചെയ്യുക. താങ്ക് യു എവരിവൺ.